നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ വീഡിയോ ആട്ടോ. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണ അവതാരത്തെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് ഉണ്ണിക്കണ്ണനെ ഇത്രയും അധികം ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടം എന്തുകൊണ്ടാണ്? കാരണം ഒരുപാട് പേര്, അതായത് അന്യമതത്തിലുള്ള ആൾക്കാർ വരെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇത്രയും അധികം ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, എന്നോട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ 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 അപ്രോച്ചബിളാണ്. നമ്മൾക്ക് ഏതൊരു കാര്യവും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അവതാരം എടുത്ത് നോക്കിയാൽ തന്നെ, അതായത് ശ്രീകൃഷ്ണ അവതാരം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് വളരെ വ്യക്തമാണ്. ഒരു കുഞ്ഞു കുട്ടി അമ്മയുടെ തല്ല് വാങ്ങുന്നത് പോലത്തെ രീതിയിലുള്ള എല്ലാ കുസൃതികളും കാണിച്ചിട്ടുണ്ട്. യശോദാമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വളർന്നു വരുന്ന സമയത്ത് പ്രേമം എന്താണ്, സ്നേഹം എന്താണ് എന്നുള്ളത്, അതായത് അൺകണ്ടീഷണൽ ലവ് എന്താണ് എന്നുള്ളത് മാനവരെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. പിന്നീട് ഒരു ഉത്തമ ഭർത്താവും അതേപോലെ തന്നെ നല്ലൊരു ടീച്ചറാണ്. അതായത് നല്ലൊരു ഗുരുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരുപാട് സജഷൻസും ഒരുപാട് ടീച്ചിങ്സും ഈ ഒരു എന്താ പറയുക, ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു രീതിയിൽ ഈ ഒരു പ്രപഞ്ചത്തിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ നമ്മൾ അപ്രോച്ചബിൾ എന്നുള്ളൊരു രീതിയിൽ കാണുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ശകുനി ഒരിക്കലും ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് സംസാരിക്കാനുള്ളൊരു ഇടയുണ്ടായിട്ടോ. അതായത് യുദ്ധത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ശകുനിയും ശ്രീകൃഷ്ണനും കൂടെ സംസാരിക്കുന്ന ഈ രംഗം ഉണ്ടാവുന്നത്. ആ സമയത്ത് ശകുനി ഭയങ്കര അഹങ്കാരത്തോടു കൂടി ഭഗവാനോട് ഇങ്ങനെ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും ഒക്കെ ഞങ്ങൾ അധർമ്മത്തിലൂടെ തന്നെ ഞങ്ങളുടെ പിടിയിലാക്കി. അപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാരാണെങ്കിൽ ഭയങ്കര ധർമ്മിഷ്ഠരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും കൊല്ലാൻ, അതായത് ഈ മൂന്ന് മഹാരഥന്മാരാണ്, അവരെ ഒന്നും കൊല്ലാൻ ഇവർ മുതിരില്ല എന്നുള്ളത്. അതായത് ഇവരൊക്കെ റിലേറ്റീവ്സും ഒക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് ഇവരെ ഒന്നും കൊല്ലാനുള്ള ഒരു ത്രാണി പഞ്ചപാണ്ഡവന്മാർക്ക് ഉണ്ടാവില്ല. പോരാത്തതിന് അവരാണെങ്കിൽ ഓവർ ധർമ്മിഷ്ഠരുമാണ്. അപ്പം അതുകൊണ്ട് ഇവരെ ഒന്നും കൊല്ലാനുള്ള ത്രാണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയാണ്, അവർ 5 പേരുണ്ടെങ്കിലും അവരുടെ കൂടെയുള്ള ആൾ ഞാനാണ്. ഭീഷ്മരെയും ദ്രോണരെയും കർണരെയും ഒക്കെ ഞങ്ങൾ അധർമ്മത്തിലൂടെ തന്നെ കൊല്ലും എന്നുള്ളത്. ഈ ഒരു വാചകമാണ് ഭഗവാന്റെ വായിൽ നിന്ന് അപ്പോൾ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഇരിക്കട്ടെ, അതായത് ധർമ്മം ഇരിക്കട്ടെ, ജസ്റ്റിസ് ഇരിക്കട്ടെ, എല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം, വളരെ നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ ജീവിതത്തിന് ആരെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ അവരെങ്ങനെ നമ്മളോട് കാണിച്ചോ അതേ രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അതായത് ടിറ്റ് ഫോർ ടാറ്റ് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു തെറ്റുമില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ ആർക്കും നമ്മുടെ ജീവിതത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു അധികാരമില്ല. ആർക്കും നമ്മളെ ചൂഷണം ചെയ്യാനുള്ള ഒരു അധികാരമില്ല. കാരണം എല്ലാ വ്യക്തികളും ഭഗവാന്റെ സൃഷ്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും നമ്മളെ ചൂഷണം ചെയ്യാനോ, ആർക്കും നമ്മളെ അനാവശ്യമായിട്ട് എന്തിനാണോ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അത് സ്വാർത്ഥതയല്ലേ. ആർക്കും അങ്ങനെ ചെയ്യാനുള്ള അധികാരമില്ല. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ആരെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരികയാണ്, അല്ലെങ്കിൽ അത് ഉറപ്പാവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടിറ്റ് ഫോർ ടാറ്റ് കൊടുക്കാവുന്നത് തന്നെയാണ്. അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെയധികം അപ്രോച്ചബിൾ ആണ് എന്നുള്ളത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ, അതായത് യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ. സത്യവതിയുടെ സ്വാർത്ഥമായ ഒരു ലാഭത്തിന്, അതായത് സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടിയുള്ളതാണോ ഭീഷ്മരുടെ ധർമ്മവും ജീവിതവും എന്നുള്ളത്. അതായത് സത്യവതി പറഞ്ഞതുകൊണ്ടാണല്ലോ ഭീഷ്മര് ഹസ്തിനാപുരത്തിൻ്റെ സിംഹാസനത്തിൽ രാജാവില്ല എന്ന് ശപഥമെടുത്തതും, അതേപോലെ തന്നെ ഇനിയുള്ള ജീവിതം ബ്രഹ്മചാരിയായി ജീവിക്കുക എന്നുള്ള ശപഥമെടുത്തതും. സത്യവതിയുടെ സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടി ഉള്ളതാണോ ഭീഷ്മരുടെ ധർമ്മവും ജീവിതവും എന്നുള്ളത്. അപ്പോൾ ധർമ്മത്തിനും ജീവിതത്തിനും അതേപോലെ തന്നെ ആ രാജസിംഹാസനത്തിനൊക്കെ, അങ്ങയുടെ പ്രജകൾക്ക്, രാജ്യത്തിനൊക്കെ അങ്ങ് എന്ത് വിലയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീഷ്മാചാര്യരോട് ചോദിക്കുന്നുണ്ട്. അത് എത്ര അർത്ഥവത്തായ ചോദ്യമല്ലേ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന പല ഡിസിഷൻസും അങ്ങനെയല്ല, വേറൊരാളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറൊരാളെ ആ ഒരു ടൈംലി ഫേവറബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അല്ലേ അത്. അങ്ങനെയല്ലേ നമ്മൾ പലരും അങ്ങനെയല്ലേ എടുക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത് എന്നതാണ് ഭഗവാൻ ആ ചോദ്യത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതായത് നമുക്ക് ഭാവി ഒരിക്കലും ഇങ്ങനെ, അതായത് ഭാവിയിൽ ഇതാണ് ഉണ്ടാവുക എന്നുള്ളത് കേർട്ടൺ റൈറ്റ് ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല, നിശ്ചയിച്ച് ഉറപ്പിച്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഭാവി എന്താണെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഡിസിഷൻസ് എങ്കിലും ഭാവിയിലേക്ക് കുറച്ചെങ്കിലും നന്മ ഉള്ളതായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ആ ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഡിസിഷൻസ് എടുക്കാനുള്ളത്. അല്ലാതെ ഒരിക്കലും മറ്റൊരാളെ ഫേവർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനോ ഉള്ളതായിരിക്കരുത്. ഇതാണ് ആദ്യത്തെ പാഠം കേട്ടോ.
അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഭഗവാന്റെ വസ്ത്രാവതാരം എന്ന് പറയുന്ന ഒരു അവതാരം ഉണ്ട് കേട്ടോ. അതായത് ദ്രൗപദിക്ക് വസ്ത്രം ദാനം ചെയ്യുന്ന വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ആ അവതാരത്തെയാണ് ഭഗവാന്റെ വസ്ത്രാവതാരം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട കാര്യം എന്താ, ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരാണ് അല്ലേ ഉള്ളത്. ആ 5 പേരും ധർമ്മത്തിൻ്റെ ഒരു ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ ആ ഒരു സദസ്സിൽ ദ്രൗപദിയുടെ വസ്ത്രം ഊരുന്ന സമയത്ത് നോക്കി നിന്ന ആൾക്കാരാണ് അല്ലേ. അത് ഒരു സ്ത്രീക്കും അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് വിവസ്ത്രയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ടിലും മോശമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഈ ഒരു ധർമ്മം എന്നുള്ള ഒരു ഒറ്റ കാര്യത്തെ പിടിച്ചു നിന്ന് അവർ 5 പേരും ഒന്നും ചെയ്യാതെ മിണ്ടാതെ നിന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അവിടെ ദ്രൗപദിക്ക് വസ്ത്രം നൽകി ആ ഒരു സദസ്സിലുള്ള എല്ലാ വ്യക്തികളെയും വിവസ്ത്രനാക്കി ദ്രൗപദിക്ക് മാത്രം വസ്ത്രം ഉണ്ടായ ഒരു അവസ്ഥയിലേക്ക് നിർത്തിയത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ, അതായത് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ആ വ്യക്തികളെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒരു കാരണവശാലും കൈവിടരുത് കേട്ടോ. കാരണം അവരത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അവരത്രയും നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, എവിടുന്നാണ് ഈ സ്നേഹം വിശ്വാസം എന്നുള്ളതൊക്കെ വരുന്നത്? അവർക്ക് നമ്മളോട് ഉണ്ടാവുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റിലൂടെയാണ് അല്ലേ. അതായത് നമ്മളും അവരുമായി സ്പെൻഡ് ചെയ്ത കുറച്ച് സമയം അതിലൂടെയൊക്കെയാണ് ഈ ഒരു സ്നേഹം വിശ്വാസം എന്നുള്ളതൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും അങ്ങനെ നിങ്ങളെ സ്നേഹിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരെ അവർക്കൊരു ബുദ്ധിമുട്ടുള്ള സമയം വരുമ്പോൾ കൈവിടരുത് കേട്ടോ. ഈ ഒരു വലിയ സത്യമാണ് ആ ഒരു സമയത്ത് നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ചെയ്യുക. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് എത്ര വലിയൊരു കാര്യമാണ്. നമുക്കൊരു ബുദ്ധിമുട്ട്, ഏതൊരു വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവർ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരിക്കും. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ, അവർക്കിങ്ങനെ എതിർത്ത് നിന്ന് അങ്ങനെ പൊരുതി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. ആ സമയത്ത് അവർക്ക് വേണ്ടി സംസാരിക്കാനും അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു വ്യക്തി വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. ആ ഒരു പ്രൊട്ടക്ഷനാണ് അവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് തിങ് വന്നിട്ട് ദൂതാണ് കേട്ടോ. അതായത് യുദ്ധത്തിൻ്റെ സമയത്ത് ദ്രൗപദി, യുദ്ധത്തിന് മുൻപായിട്ട്, യുദ്ധത്തിന് കുറച്ച് മുമ്പായിട്ട് ദ്രൗപദിയോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഈ യുദ്ധത്തിൻ്റെ അവസാനം നീയും നിൻ്റെ 5 ഭർത്താക്കന്മാരും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ദ്രൗപദിക്ക് ഇത് കേൾക്കുന്ന ദ്രൗപദിക്ക് ഭയങ്കര പേടിയായി. യുദ്ധം വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരെ ദ്രൗപദി എത്തി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഹസ്തിനാപുരത്തേക്ക് പഞ്ചപാണ്ഡവരുടെ ദൂതനായി പോകാനാണ് ദ്രൗപദി ആവശ്യപ്പെടുന്നത്. അങ്ങനെ ദൂതനായി അവിടെ എത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരുപാട് അപമാനിച്ചു. അങ്ങനെ കൈവലങ്ങ് വരെ വെച്ചു. ആര്? കൗരവ സഭയിലുള്ള ആൾക്കാർ. അത് കേട്ട് അതനുഭവിച്ച് ഭയങ്കരമായി ദേഷ്യപ്പെട്ട ഭഗവാൻ അവിടെ യുദ്ധം പ്രഖ്യാപിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഒന്നിനോട് നമ്മൾ ക്ഷമിക്കരുത് എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് നമ്മൾ ക്ഷമിക്കുന്നതിലും അപ്പുറമാണ്. അതായത് നമ്മുടെ ലിമിറ്റ്സിന് അപ്പുറമായിരിക്കും ചില സിറ്റുവേഷൻസ്. അവിടെ നമ്മൾ ചില വ്യക്തികളോട് ഒരുപാട് ക്ഷമിക്കണം, അല്ലെങ്കിൽ ഒരുപാട് അവരെ നമ്മൾ എന്താ പറയുക, ഒരുപാട് അവരെ കൺസിഡർ ചെയ്ത്, ഓവർ കൺസിഡറേഷൻ കിൽസ് എന്ന് പറയും. അതായത് ഓവറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് വിനയായി വരുന്നത്. അതുകൊണ്ട് ഒരു ലിമിറ്റ് വരെ നമ്മൾ എല്ലാം അപ് ടു എൻ എക്സ്റ്റെൻറ്റ് നമ്മളെല്ലാം സഹിച്ച് മുന്നോട്ട് പോവുക. ബട്ട് അത് പരിധി കടക്കുന്നു, നമ്മുടെ സഹനവും ശക്തിയും ഒന്നും അവിടെ ആരും കണക്കാക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും പ്രതികരിക്കുക തന്നെ വേണം. ആ പ്രതികരിക്കുക എന്ന് പറയുന്ന സമയവും കൃത്യസമയം തന്നെ ആയിരിക്കണം. അല്ലാതെ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് അവസാനം പ്രതികരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ പ്രതികരണം എന്ന് പറയുന്നതും അറ്റ് ദ ടൈം ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ ആ ഒരു വേദിയിൽ നിന്ന് ദൂതനായി പോയ ഭഗവാൻ യുദ്ധം പ്രഖ്യാപിച്ചാണ് തിരിച്ചെത്തുന്നത്. സോ അത് നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നത് ഇതായിട്ടുള്ളൊരു കാര്യം തന്നെ, ഇങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ കറക്റ്റ് ടൈംലി ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഭഗവാൻ അവിടെ പഠിപ്പിക്കുന്നത്. പറയുന്നത് ക്ഷമ, പേഷ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ശ്രീകൃഷ്ണൻ. അതായത് ശ്രീകൃഷ്ണൻ്റെ കസിൻ ബ്രദറാണ് ശിശുപാലൻ എന്ന് പറയുന്നത്. അതായത് ശിശുപാലൻ ജനിച്ചപ്പോൾ തന്നെ ഒരു വിരൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞിനെ വന്ന് കാണുമ്പോഴാണോ ആ വിരൽ അറ്റുപോകുന്നത്, ആ വ്യക്തിയുടെ കൈകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ ഒരു കഥയാണ് ഉള്ളത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണാൻ പോയ സമയത്താണ് ആ ഒരു വിരൽ അറ്റുപോയത്. അപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെയാണ് അദ്ദേഹം
അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഓഫർ കൊടുക്കണം. ഞാൻ നിൻ്റെ 100 തെറ്റുകൾ, അതായത് ഭഗവാൻ അറിയാലോ ഇദ്ദേഹം ഒരു മോശമായ വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ ഒരു ഇത് കൊടുക്കണം, നിൻ്റെ 100 തെറ്റുകൾ ഞാൻ ക്ഷമിക്കാം. അപ്പോൾ 100 തെറ്റുകൾ വരെ ക്ഷമിക്കാം, 101ാമത്തെ തെറ്റ് വരുന്ന സമയത്ത് നിന്നെ ഞാൻ വധിക്കും എന്നുള്ളൊരു ഓഫറാണ് ഭഗവാൻ കൊടുക്കുന്നത്. അങ്ങനെ ഓരോ കുറ്റം ചെയ്യുമ്പോഴും, അതായത് അധർമ്മത്തിൻ്റെ വഴി ഓരോ രീതിയിൽ സഞ്ചരിക്കുമ്പോഴും ശിശുപാലനെ ഭഗവാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. ഭഗവാനെ വേണമെങ്കിൽ ആ ക്ഷണം തന്നെ പിടിച്ച് കൊല്ലാം, ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷേ ഓരോ രീതിയിൽ ഭഗവാൻ ശിശുപാലനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന്. പക്ഷേ ശിശുപാലനാവട്ടെ അധർമ്മത്തിൻ്റെ വഴി പിന്തുടർന്ന് പോവും എന്നല്ലാതെ ഒരിക്കലും ഭഗവാന്റെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹം ഒരു ഇത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ പേഷ്യൻസിനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അതായത് ജീവിതത്തിൽ സംയമനം പാലിക്കേണ്ട ഒരുപാട് സമയങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ പേഷ്യൻസ് വിട്ട് പെരുമാറാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എങ്ങനെ പോകും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ മോശം അവസ്ഥയിലായിരിക്കും പോവുക. അപ്പോൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ചെറിയ തോതിലെങ്കിലും ക്ഷമ പാലിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഭഗവാനെ പറ്റി പറയാനുള്ളത്. ഞാൻ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഭഗവാനെ കാണുന്നത്. എനിക്കെൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പറയാറുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞതിന് മുഷിപ്പിക്കുന്നില്ല. എനിക്ക് അത്രയും, അതായത് നമ്മൾ അത്രയും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈശ്വരനെ കാണുന്നത്. മോറോവർ എനിക്ക് ഒരു ദൈവത്തെക്കാട്ടിലും ഉപരി ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന എൻ്റെ അമ്മയൊക്കെ പോലെ, എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ പോലെ ഒരു ആളായിട്ടാണ് ഞാൻ എൻ്റെ ഈശ്വരനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയേറെ ഇഷ്ടവും ആ വ്യക്തിയോട് അത്രയേറെ ഒരു അഭിനിവേശവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൾ.